വളരെ മാസീവായിട്ടൊരു ബൈക്കാണ് കാണാൻ സാധിച്ചത്. ആ ഒരു എനിക്ക് തോന്നുന്നു 52 വീക്ക് ഹൈയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഏതായാലും ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആ ഒരു മൊമെൻറ്റം ഇന്നും കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പ്രീ മാർക്കറ്റിൽ ലഭിക്കുന്ന ഇൻഡിക്കേഷൻ. അനലിസ്റ്റുകളുടെ ഒരു വ്യൂ എന്താണ്? ടെക്നിക്കലി നല്ല സൂചിപ്പിച്ച പോലെ തന്നെ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഏഷ്യൻ പെയിൻറ്റ്സ് ട്രേഡ് ചെയ്യുന്നത്. റീസെൻ്റ്ലി 6th നവംബറിലാണ് ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഫോം ചെയ്തത്. എക്സാക്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 2596 എന്നത് ഒരു ഹഡിലായിരുന്നു. അത് മറികടക്കുന്ന ഏഷ്യൻ പെയിൻറ്റ്സിനെയാണ് റീസെൻ്റ്ലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് 4 days ആയിട്ട് കണ്ടിന്യൂസ് വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽസ്, ലാസ്റ്റ് ഒരു എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രീ മാർക്കറ്റിൽ ഏകദേശം 3% മുന്നേറ്റത്തിലാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. കാരണം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. റീസെൻറ്റ് ബേസ് ഫോം ചെയ്തതിലും ബോട്ടം ലെവലിൽ സ്ട്രോങ് പോക്കറ്റ് പിവറ്റ് വോളിയം ആക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. സഫാനോടൊപ്പം നമുക്ക് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ റിസൾട്ട് വന്നതിന് പിന്നാലെ പല ബ്രോക്കറേജുകളുടെയും റഡാറിലേക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് എത്തിയിട്ടുണ്ട്. അതുകൂടി നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിക്കാം. ഇൻ്റർനാഷണൽ ബ്രോക്കിംഗ് ഫേമായിട്ടുള്ള ജെഫ്രീസ് ഇന്നിപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിനൊരു ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് വില 2900 രൂപയായിരുന്നു മുൻപ് നൽകിയിരുന്നതെങ്കിൽ അതിപ്പോൾ 3300 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് തല ആഭ്യന്തര തലത്തിലുള്ള ബിസിനസ്സിൻ്റെ വോളിയം വളർച്ച വലിയ തോതിൽ കമ്പനിക്ക് വരുന്ന പാദങ്ങളിലും ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ് ജെഫ്രീസിന് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കമ്പനി ബ്രാൻഡിനും അതിനോടൊപ്പം തന്നെ ഇന്നൊവേഷനായിട്ടും റീജിയണൽ ആക്ടിവേഷനുമായിട്ടും നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റും വലിയ തോതിൽ കമ്പനിയുടെ വരുന്ന പാദങ്ങളുടെ പെർഫോമൻസിനെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുമെന്നൊരു വിലയിരുത്തലാണ് ഇത്തരമൊരു പ്രൈസ് ടാർഗറ്റ് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ജെഫ്രീസിനെ നയിച്ചിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ HSBC പരിശോധിക്കുകയാണെങ്കിലും HSBCയും ഈ ഒരു ഓഹരിക്ക് ബൈ റേറ്റിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 2800 രൂപയിൽ നിന്നും 3050 രൂപയായിട്ട് ടാർഗറ്റ് വില ഉയർത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും അവരുടെ കോർ റീറ്റെയിൽ ഡെക്കറേറ്റീവ് ബിസിനസ്സിൽ ആ ഒരു റിക്കവറി കമ്പനിയുടെ മാർജിനിൽ കൂടുതൽ ഇംപ്രൂവ്മെൻറ്റ് നടത്താൻ സഹായിച്ചിരിക്കുന്നു എന്നൊരു നിരീക്ഷണമാണ് HSBC അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്.